ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ലോസ് ഓഫ് മോഷൻ യൂണിറ്റ് എന്താണ്, കുറേ കാര്യങ്ങൾ നമ്മൾ 9th പഠിച്ച കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, 9th ഗ്രേഡിന്റെ ഒരു കണ്ടിന്യൂവേഷൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, കാരണം 9th ഗ്രേഡിൽ CBSE പഠിച്ച പിള്ളേർക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, കുറെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സിമിലാരിറ്റി തോന്നും. ഓക്കെ, കാരണം ഒരുപാട് കോൺസെപ്റ്റ്സ് സിമിലർ ആണ്. അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ് ഇവിടെ. ഓക്കെ, കുറച്ചും കൂടി അധികം കോൺസെപ്റ്റ്സ് പഠിക്കും. ഓക്കെ, ആൻഡ് റിലേറ്റഡ് ന്യൂമെറിക്കൽസ്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ യൂണിറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്ടന്റെ 3 laws of motion ആണ്. ഓക്കെ, ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇപ്പോ പുതിയ കുട്ടികൾക്കാണ്. ഓക്കെ, പുതിയ ജോയിൻ ചെയ്ത 3 പേർക്കാണ്. നോട്ട്സ് നിങ്ങളിപ്പോ എഴുതണ്ട. ഓക്കെ, ഞാൻ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് തരാം. ഓക്കെ, ഐ ഗിവ് യു ദ നോട്ട്സ്. ഇപ്പൊ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണ്ട, ഇപ്പൊ ക്ലാസ് ലിസൺ ചെയ്യാം. സോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്തായിരുന്നു? ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ദാറ്റ് വിൽ കണ്ടിന്യൂ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇപ്പൊ ഞാനൊരു ബോക്സ് ഒരു ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ബോക്സിൽ ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ്, ആ ബോഡി, ആ ഒബ്ജക്റ്റ് അതേപോലെ റെസ്റ്റില് ഇറ്റ് വിൽ കണ്ടിന്യൂ, അല്ലെ? അതായത് ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് അതിന്റെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുള്ള് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ആയിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ കൊടുത്താൽ എന്ത് സംഭവിക്കൂ? അത് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, അല്ലെ? അതല്ലാത്ത പക്ഷെ എന്താവും? അതേ റെസ്റ്റ് പൊസിഷനിൽ അങ്ങനെ ഇരിക്കും, അല്ലെ? അപ്പൊ അത് തന്നെയാണ് എന്ത്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അത് റെസ്റ്റിന് മാത്രമല്ല മോഷനും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോ an object which is at റെസ്റ്റിലാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ നമ്മൾ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാത്ത പക്ഷം എന്താണ്, ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ആ റെസ്റ്റ് എന്നുള്ള കണ്ടീഷൻ എന്ത് ചെയ്യും? അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ എക്സെപ്റ്റ് എന്താ, നമ്മൾ ഫോഴ്സ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് മൂവ് ചെയ്യും, നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ്, ആ ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതേപോലെ തന്നെയാണ് എന്ത്, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ ഉള്ളപ്പോഴും. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ an object, നമ്മൾ കഴിഞ്ഞ ലെസണിലും അതിന്റെ കഴിഞ്ഞ ലെസണിലും ഒക്കെ ഡിസ്കസ് ചെയ്തു, അല്ലെ? യൂണിഫോം മോഷൻ വാട്ട് ഇസ് ലൈക്ക് മിരിയ, എന്താണ് നമ്മളുടെ യൂണിഫോം മോഷൻ? എന്താ? So when an object covers equal intervals of time. Very good, അല്ലെ? ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, അല്ലെ? തുല്യമായ ഡിസ്റ്റൻസ്, ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് അത് കവർ ചെയ്യണം ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, അല്ലെ? ആദ്യം ഒരു എന്താ പറയാ, യൂണിഫോം ഒരു 2 kilometer ഇൻ ലൈക്ക് 5 minutes, പിന്നെ ഒരു 2 kilometers ഇൻ 5 minutes, 2 kilometers 5 minutes. അപ്പൊ അതെന്താണ്, ഈക്വൽ ഡിസ്റ്റൻസ് ഇസ് ദാറ്റ് ഒബ്ജക്ട് ഇസ് കവറിങ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഒരേ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെയാണ് നമ്മൾ എന്ത് പറയാം, യൂണിഫോം മോഷൻ. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റും യൂണിഫോം മോഷനിലാണെങ്കിലും എന്താണ്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ആ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെ? ഈക്വൽ ഡിസ്റ്റൻസിന് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, ആ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഇപ്പോ അതേ ഒബ്ജക്റ്റ് ഒരു സഡൻ ബ്രേക്ക് ഇട്ടു, അല്ലെങ്കിൽ അയാളുടെ ആക്സിലറേഷൻ കൂട്ടി, അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ്, ഈക്വൽ യൂണിഫോം മോഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? കാരണം ചിലപ്പോൾ അയാളുടെ സ്പീഡ് കൂട്ടാം, അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് കിട്ടുക. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് അവിടെ വരുമ്പോഴാണ് ഈ കണ്ടീഷൻസ് ഒക്കെ. ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഒരു ബ്രേക്കോ അല്ലെങ്കിൽ ആക്സിലറേഷൻ കൂട്ടോ, ഇങ്ങനത്തെ ഒന്നും ഒരു സിറ്റുവേഷനും അവിടെ വന്നിട്ടില്ല എങ്കിൽ എന്താണ്, ആ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ? സോ ദാറ്റ് ഐ ക്യാൻ സേ ദാറ്റ് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ ഇറ്റ് ഇസ് കണ്ടിന്യൂ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. അതേ യൂണിഫോം സ്റ്റേറ്റില്, യൂണിഫോം മോഷന്റെ സ്റ്റേറ്റിൽ എന്താണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും.
പ്രൊവൈഡഡ് എന്താണ് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വരാൻ പാടില്ല. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ലൈക്ക് സം കൈൻഡ് ഓഫ് ആക്സിലറേഷൻ കൂട്ടുക അല്ലെങ്കിൽ അപ്ലൈങ് ദ ബ്രേക്ക്. അപ്പൊ അങ്ങനെ ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ആവും. ആക്സിലറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒന്നും കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ദാറ്റ് ഒബ്ജക്റ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അല്ലേ. സോ ഇതാണ് എന്ത്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ, സോ Newton's first law of motion states that an object or a body at rest or uniform motion will continue to be at rest or uniform motion until and unless a net external force acts on it. ആ ഓരോ വേർഡും ഇറ്റ്സ് ലൈക്ക് വെരി ക്ലിയർ അല്ലെ, അത് കണ്ടിന്യൂ ചെയ്യാണ്. ബട്ട് എന്താണ്, അൺലെസ് ആൻഡ് അൺടിൽ വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വരാത്തത്തോളം എന്താണ്, it will continue its state of rest or state of uniform motion. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോക്ക് നമ്മൾ ഇപ്പൊ ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഇതിന് നമുക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. ആർക്കെങ്കിലും എനി ഐഡിയ? ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, this is also called as inertia. Good. Kevin, another? Yes, sir. Good. That is also called as a law of inertia. Okay, law of inertia. So this is also called as law of inertia. So what is inertia? Okay, നമ്മള് എന്താണ് inertia? 9th നിങ്ങൾ കേട്ട ഒരു ടേം ആണത് അല്ലേ. എന്തായിരിക്കും inertia? Any idea? Anyone? ആരെങ്കിലും? Nirya? To continue in the state of rest or uniform motion. കണ്ടിന്യൂ. അതെ, അതാണ്. അതായത് ഇനർഷ്യ എന്ന് പറയുമ്പോൾ ഇപ്പോ ഇതേ സെയിം കോൺസെപ്റ്റിലേക്ക് വരികയാണ്. ഇപ്പൊ ആ ഒബ്ജക്റ്റിൽ റെസ്റ്റിലിരിക്കാന്ന് ഞാൻ പറഞ്ഞു. ആ ഒബ്ജക്റ്റിൽ റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് എന്താണ്, അൺലെസ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാത്തിടത്തോളം ഒബ്ജക്റ്റ് ഇസ് കണ്ടിന്യൂയിങ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അപ്പോൾ വാട്ട് ഇസ് ദാറ്റ് ഷോയിങ്? ദാറ്റ് ഷോസ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഇസ് നോട്ട് ഏബിൾ ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ. അങ്ങനെ പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇപ്പൊ റെസ്റ്റിലാണ്, ഇറ്റ്സ് നോട്ട് കേപ്പബിൾ, അതിന് സ്വന്തമായിട്ട് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് ഇപ്പൊ അതിരിക്കുന്നത്. ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞ കണ്ടീഷനെ അതിന് എന്താണ്, ഇറ്റ്സ് നോട്ട് ഏബിൾ ടു ചേഞ്ച്. അതൊരു മോഷൻ ആക്കാനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആക്കാനോ അതിന് തനിയെ പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട്, ആ ഒരു കഴിവില്ലായ്മ, ലൈക്ക് വാട്ട് കൻ ഐ സേ, ദാറ്റ് ഇന്നബിലിറ്റി, that it's not able to change its state of rest to another like state of motion. So that is what I am calling as what, the inertia. Okay, inertia എന്ന് പറയുമ്പോൾ അത് റെസ്റ്റ് ആണ്. ഓക്കെ, റെസ്റ്റിന്റെ ഒരു inertia പറഞ്ഞു. അപ്പം ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് ഇസ് നോട്ട് ഏബിൾ ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ. അതിന് തനിയെ പറ്റുന്നില്ല അല്ലെ, അത് ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, അത് റെസ്റ്റിൽ തന്നെയാണ് അല്ലെ. അപ്പോൾ ദാറ്റ് ഇൻഎബിലിറ്റി, ദാറ്റ് ഒബ്ജക്റ്റ് ഇസ് നോട്ട് കേപ്പബിൾ ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ദാറ്റ് ഇസ് I am calling as inertia of rest. Okay, we have got 3 types of inertia. അതായത് നമുക്ക് inertia എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് inertia of rest, second one is inertia of motion, and the third one is inertia of direction. See, listen. അപ്പം inertia of rest ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ inertia of motion എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ യൂണിഫോം മോഷൻ, ഞാൻ നിങ്ങളോട് ഇപ്പൊ ജസ്റ്റ് മുന്നേ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെ, ഒബ്ജക്റ്റ് എന്താണ് യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് ഒബ്ജക്റ്റ് വിച്ച് ഇസ് ഇൻ യൂണിഫോം മോഷൻ is not capable to change its state of uniform motion on its own അല്ലെ.
അതിന് തനിയെ അതിന്റെ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനെ മാറ്റാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ലൈക്ക് നോട്ട് കേപ്പബിൾ, ഇറ്റ്സ് നോട്ട് ഏബിൾ, ഇനബിലിറ്റി അല്ലേ. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ കോളിംഗ് ആസ് വാട്ട് എനർഷ്യ ഓഫ് മോഷൻ. ഓക്കെ, മറ്റത് റെസ്റ്റിലാണ്, ഇത് മോഷനിലാണ്. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഓക്കെ, ആൻഡ് എനർഷ്യ ഓഫ് ഡിറക്ഷൻ അതെന്തായിരിക്കും? അപ്പം ഒരു ഒബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബസ് ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് പെട്ടെന്ന് ഒരു യൂ ടേൺ എടുത്തു. അപ്പൊ നമ്മൾ നന്നായിട്ട് എന്താണ് ഒരു യൂ ടേൺ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ നന്നായി ഹോൾഡ് ചെയ്യും ആ ബസ്സിലാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, തെറിച്ച് പുറത്തേക്ക് പോകും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ അത് നമ്മൾ ആ ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആ ബസ് യൂ ടേൺ എടുക്കുമ്പോൾ നമ്മളും അതേപോലെ നമ്മളെ ബോഡി യൂ ടേൺ ഇങ്ങനെ വളയുന്നുണ്ടോ? ഇല്ല. isn't it? It's like the straight road, straight motion. നമ്മളുടെ മോഷൻ എന്താണ്? ബസ് ഇങ്ങനെ യൂ ടേണിൽ പോകുന്നുണ്ട്, ബട്ട് വി കണ്ടിന്യൂ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് സെയിം അല്ലെ. നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് എങ്ങനെയാണോ അപ്പൊ ഉണ്ടായിരുന്നത് അതേ ഇതിൽ തന്നെയാണ്. നമ്മൾ ബസ്സിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ നമ്മളെ ബോഡി ടേൺ ചെയ്തെടുക്കുന്നൊന്നുമില്ല അല്ലെ. സോ ദിസ് ഇസ് ഹൗ ദ എനർജി ഓഫ് ഡയറക്ഷൻ. സോ എനർജി ഓഫ് റെസ്റ്റ് ആവുമ്പോൾ എന്താണ്? കണ്ടിന്യൂ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. Motion continue to be in the state of motion. Direction continue to be in the state of that same direction. അത്രേ ഉള്ളൂ. ഓക്കെ, സോ എനർജി ഓഫ് റെസ്റ്റിന് നമ്മൾ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും ഈ എക്സാമ്പിള്. അതായത് ഇപ്പം ബസ്സിന്റെ എക്സാമ്പിൾ. ഓക്കെ, വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, പക്ഷെ കുറെ പേർക്ക് ഇപ്പോഴും അതിപ്പോഴും അറിയില്ല അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കുറെ ചിലവര് കേട്ട് കാണും. ഓക്കെ, അപ്പൊ നമ്മളൊരു ബസ്സിൽ, എല്ലാവരും ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലെ. അപ്പം ബസ്സിൽ പോണ സമയത്ത് എന്താണ്, അപ്പൊ ബസ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ബസ്സിൽ കയറി, അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ആണ്, സീറ്റ് ഒന്നുമില്ല, സ്റ്റാൻഡിങ് ആണെന്ന് വിചാരിക്കുക. സോ നമ്മൾ റെസ്റ്റിലാണ്, അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബസ്സും റെസ്റ്റിലാണ്. ഓക്കെ, അപ്പം ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്താ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? ഏബിൾ എന്ത് സംഭവിക്കാം? പുറകിലേക്ക് പോകും അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഈ പുറകിലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇനർഷ്യ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാന്ന് വെച്ചാല്, നമ്മള് ബസ്സിൽ നിൽക്കുമ്പോൾ ബസ് റെസ്റ്റിലാണ്, ഒബ്ജക്റ്റ് നമ്മൾ സ്റ്റാൻഡിങ് ആണ്, നമ്മളും റെസ്റ്റിലാണ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോകും. നമ്മൾ ബാക്കിലേക്ക് പോകുന്ന പറയുമ്പോൾ നമ്മളെ ബോഡി ലോവർ പാർട്ട്, അപ്പർ പാർട്ട്. ഓക്കെ, നമ്മളെ ബോഡിയുടെ ലോവർ പാർട്ട്, അതായത് ലെഗ് പോർഷൻ, അത് എന്താണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചു ദൂരം ഫ്രണ്ടിലേക്ക് പോകും. അതായത് കുറച്ചു ദൂരം ഫ്രണ്ടിലേക്ക് പോകുന്ന പറഞ്ഞാൽ കാല് മുഴുവൻ ഫ്രണ്ടിലേക്ക് ഒന്നും പോകുന്നില്ല, ജസ്റ്റ് എന്താണ് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ആയിട്ട് ഒന്ന് മൂവ് ചെയ്യും. പക്ഷേ നമ്മളുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണോ മുന്നുണ്ടായിരുന്നു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഹോൾ ബോഡി റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലോവർ പാർട്ട് എന്തായി, ചെറുതായിട്ട് ആ ലെഗ് പോർഷൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തു. പക്ഷേ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അത് അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ബാക്ക്വേർഡിലേക്ക് പോയി, നമ്മൾ വിചാരിക്കും നമ്മളുടെ എന്താണ് മേലത്തെ ഭാഗമാണ് ശരിക്കും ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നത്. അല്ല, ആക്ച്വലി ദ തിങ് ഇസ് ദാറ്റ് നമ്മളുടെ താഴത്തെ ലെഗ് പോർഷൻ ഇസ് ലൈക്ക് മൂവിങ് ലിറ്റിൽ ബിറ്റ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. And the upper part of the body, before starting the bus, it is at rest. After starting the rest, it is continue to be in the state of rest. That is what the upper part of the body obeys the inertia of rest condition. Clear? പക്ഷേ lower part inertia of rest obey ചെയ്യുന്നുണ്ടോ? ഇല്ല. Because before starting the bus, the lower portion, that was the leg portion, was at rest. Okay, and after the commencement of the bus, what happened? Start ചെയ്തതിനു ശേഷം എന്താ സംഭവിച്ചത്? It just moved little bit front അല്ലെ, ഫോർവേഡിലേക്ക് കുറച്ച് മൂവ് ചെയ്തു. അപ്പൊ എന്താണ് അത് വേറെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് പോയി. സോ ഐ കാൺട്ട് സേ ദാറ്റ് എനർജി ഓഫ് റെസ്റ്റ് ഇസ് ഒബെയ്ഡ് അല്ലെ. പക്ഷേ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ബസ് ഇറ്റ് ഇസ് അറ്റ് റെസ്റ്റ്. After starting the bus, it is continue to be in the state of rest. എവിടെയാണോ നിന്നിരുന്നത് അപ്പർ പാർട്ട് ഇപ്പോഴും അവിടെ തന്നെയാണ്. നമ്മൾ ബാക്കിലേക്ക് പോയി നമുക്ക് ഫീൽ ആവാൻ കാരണം ബിക്കോസ് ദ ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ലെഗിന്റെ ബോട്ടം പോർഷൻ ഇറ്റ്സ് ജസ്റ്റ് മൂവ്ഡ് ലിറ്റിൽ ബിറ്റ്
in the forward direction. So I would say that what the inertia of rest is applicable in that condition for the upper part of the body. Clear? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഓക്കെ, കാരണം കുറെ പേർക്ക് അത് ലൈക്ക് ദ കൺഫ്യൂഷൻ പാർട്ട്. ഓക്കെ, അപ്പോൾ അത് ഇതാണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ എനർജി ഓഫ് മോഷൻ, ദ വെരി സെയിം തിങ് ഐ എം എക്സ്പ്ലെയിനിങ് വിത്ത് ദ ബസ് കോൺസെപ്റ്റ്. ലിസൺ, ഇപ്പൊ നമ്മൾ ബസ്സിൽ ട്രാവൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദ പേഴ്സൺ ഇസ് സ്റ്റാൻഡിങ്. ഓക്കെ, സോ ഇപ്പോൾ പെട്ടെന്ന് ബസ് എന്താ പറയാ റെസ്റ്റിലേക്ക് വന്നു, ജസ്റ്റ് ഒരു സഡൻ ബ്രേക്ക്. ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും കെവിൻ? വാട്ട് ഹാപ്പൻസ്? നമ്മൾ മൂവ് ചെയ്യും. എവിടെ മൂവ് ചെയ്യും? നമ്മൾ മൊത്തത്തിൽ ബാക്കിലോട്ടാ മൂവ് ചെയ്യാം? അല്ല, ബസ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. ഓക്കെ, അപ്പൊ ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ അപ്പർ ബോഡി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ആണല്ലോ. സോ ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ ബസ് മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ എന്താണ് സ്റ്റാൻഡ് ചെയ്യാൻ. അപ്പോൾ ദ തിങ് ഇസ് ദാറ്റ് എന്താണ് ഒബ്ജക്റ്റ് നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഒബ്ജക്റ്റ് എൻ്റെ ലോവർ പോർഷൻ, അതായത് ലെഗ് പോർഷൻ എന്താണ് റെസ്റ്റിലാണ്. ലെഗ് പോർഷൻ റെസ്റ്റിലേക്ക് വരും. ഓക്കെ, കാരണം ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് എൻറ്റയർ ബോഡി എന്ന് പറയുന്നത് എന്താ മോഷനിലാണ്, എലോങ് വിത്ത് ദ ബസ്. ഓക്കെ, മോഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബസ്സിന് ഇൻ കോണ്ടാക്ട് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ബോഡിയും അതിനനുസരിച്ച് ഇങ്ങനെ എന്താണ് ആ മോഷനൊപ്പം റിലേറ്റീവ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഡൻ ആയിട്ടൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോവർ പോർഷൻ ഓഫ് ദ ബോഡി എന്ത് സംഭവിക്കും? റെസ്റ്റിലേക്ക് പെട്ടെന്ന് വരും. പക്ഷേ നമ്മൾ ഫ്രണ്ടിലേക്ക് ഫോൾ ചെയ്യാണ് ചെയ്യുക. ഏത്? ലോവർ പോർഷൻ അല്ല, ഓൺലി ദി അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി. അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി മാത്രമാണ് എന്ത് ഫ്രണ്ടിലേക്ക് ഫോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് എങ്ങനെ എനർജി ഓഫ് മോഷൻ ആയി മാറും? I can say that when the bus is in motion, the upper part of the body is in motion, isn't it? When the bus just applied a sudden brake, the upper part of the body comes forward. That means the motion of the upper part of the body continues. അല്ലേ, ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് അത് മോഷനിലായിരുന്നു. ബസ് സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴും എന്താണ് അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് മോഷനിൽ തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ ഫ്രണ്ടിലേക്ക് അപ്പർ ബോഡി വന്നത്, അല്ലേ? പക്ഷെ ലോവർ പോർഷൻ നോക്കിക്കേ, ബസ് മുന്നേ മോഷൻ, അപ്പൊ എൻറ്റയർ ബോഡി മോഷനിലായിരുന്നു പറഞ്ഞു. പക്ഷെ സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ലെഗ് പോർഷൻ റെസ്റ്റിലേക്ക് വന്നു. അപ്പൊ എന്താണ് എനർജി ഓഫ് മോഷൻ ആ കണ്ടീഷനിൽ ഒബേ ആയിരുന്ന ലോവർ പാർട്ടിന് പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ സേ ദാറ്റ് ദി അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി obeys the inertia of motion. Clear? Okay, so ഈ രണ്ട് കോൺസെപ്റ്റും എന്താണ് തറോ ആക്കി വെക്കുക. ഓക്കെ, കാരണം ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ചിലർ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ലൈക്ക് അണ്ടർസ്റ്റാൻഡ്, ഇതാണ് ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. ഓക്കെ, സോ എനർജി ഓഫ് ഡയറക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, ദാറ്റ് യു ടേൺ. സോ ദിസ് ഇസ് വാട്ട് ഓൾ അബൌട്ട് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ലോ ഓഫ് എനർഷ്യ ആൻഡ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഓക്കെ, ലോ ഓഫ് എനർഷ്യ എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏതൊരു ബോഡിയും എവറി ബോഡി വിൽ ബി കണ്ടിന്യൂയിങ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് an external unbalanced force acting on it. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഇവിടെ ഫോഴ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് എനിവൺ നോസ്? ആർക്കെങ്കിലും അറിയോ? ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഈ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു സോളിഡ് ഒബ്ജക്റ്റ്, ഓക്കെ, ഒരു സോളിഡ് ഒബ്ജക്റ്റ് ഉണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ യു ആർ ഗിവിങ് എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ. ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് നിങ്ങൾ ഈ സൈഡിൽ നിന്ന് ഈ ഒബ്ജക്റ്റിന് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് യുവർ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് അതേപോലെ ഒരു എന്താണ് 10 ന്യൂട്ടൺ ഫോഴ്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്തായിരിക്കും? ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് which is acting on the object from in opposite directions. So tell me whether the object will move, Kevin? Move here.
ഇല്ല സർ. ഇല്ല, because amount of force which is applied to the object from both the directions acting in the opposite, isn't it? So the object is not going to move. നമ്മൾ ഇത് വടംവലി കണ്ടു കാണുമല്ലോ അല്ലെ, ലൈക്ക് വാട്ട് ഹാപ്പൻസ്, ഇപ്പോൾ നിങ്ങൾ ഒരു 10 പേര് ലെഫ്റ്റ് സൈഡിലും ഒരു 10 പേര് റൈറ്റ് സൈഡിലും ഉണ്ടെങ്കിൽ, like the left members, the like people who are like standing on the left, അവർ ആ ഒരു ഭാഗത്ത് നിൽക്കുന്നവർ ഒരു 100 ന്യൂട്ടൺ ഈ സൈഡിലേക്ക് വലിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതേപോലെ ഒരു 100 ന്യൂട്ടൺ അപ്പുറത്തെ സൈഡുകാരും വലിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈസ് ദ റോക്ക് വിൽ മൂവ്, കയറ് എന്താണ്, മൂവ്മെന്റ് ഉണ്ടാവില്ല അല്ലെ, ഇറ്റ് വിൽ ബി ലൈക്ക് അതേപോലെ നിൽക്കും. അതേ വെരി സെയിം തിങ്. സോ ഇത്തരത്തിലുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയാം. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. നമ്മളൊരു ഒബ്ജക്റ്റ് എന്താ പുഷ് ചെയ്തു, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതെന്താണ്, വിച്ച് ഇസ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, നമ്മൾ സാധാ ഒരു പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുള്ള് ചെയ്യുക, അങ്ങനെ ആ പുഷോ പുള്ളോ ചെയ്തതിന് ശേഷം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, വിച്ച് ഇസ് അതിനെ കൗണ്ടർ ആക്ട് ചെയ്യാൻ എന്താണ് വേറൊരു ഫോഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, സോ അതെന്താണ്, വിച്ച് ഇസ് എൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ലോ ഓഫ് എനർഷ്യ, ബാലൻസ്ഡ് അൺബാലൻസ്ഡ് ഫോഴ്സസിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, അതർവൈസ് റൈറ്റ് ഡൗൺ ദി ഹെഡിങ് ഓഫ് ദി യൂണിറ്റ്, ലോസ് ഓഫ് മോഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഹെഡിങ് എഴുതുക, ലോസ് ഓഫ് മോഷൻ. ഹെഡിങ് എഴുതി താഴെ ഫസ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ബ്രാക്കറ്റിൽ ലോ ഓഫ് എനർഷ്യ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, in bracket you can give inertia. Okay, so write down the statement. ഈ ലോസും അതുപോലെയുള്ളതൊക്കെ കഴിയുന്നതും എന്താണ് ഇതേപോലെ തന്നെ എഴുതാൻ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ബാക്കിയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങളുടെ സ്വന്തം ഓൺ വേർഡ്സിൽ എഴുതാം. there is nothing wrong in that. ഓക്കെ, പക്ഷെ ലോസ് അതുപോലുള്ള തിയറംസ് ഇങ്ങനത്തെയൊക്കെ കഴിയുന്നതും ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, write down the statement. Newton's first law of motion or laws of inertia right below. Newton's first law states that Newton's first law states that a body at rest or uniform motion a body at rest or uniform motion will continue to be at rest or uniform motion, will continue to be at rest or uniform motion, will continue to be at rest or uniform motion until and unless a net external force acts on it. Until and unless a net external force acts on it. Net എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാലോ, കുറെ ക്ലാസ്സസ് ആയി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്. നെറ്റ് മീൻസ് ടോട്ടൽ. ഓക്കെ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ states that a body at rest or uniform motion will continue to be at rest or uniform motion until and unless a net external force acts on it. Okay, right below. The property of an object to resist its change, to resist the one second, the property of an object to resist the change in the state of rest, to resist the change in the state of rest or motion is called inertia. The property of an object to resist the change in the state of rest or motion is called inertia. അതിന്റെ താഴെ മൂന്നെണ്ണം കൊടുക്കുക, inertia of rest, inertia of motion
inertia of direction. Inertia of rest, inertia of motion, inertia of direction. And right below, inertia of rest, the inability of a body to change its state of rest is called inertia of rest. The inability of a body to change its state of rest is called inertia of rest. അതിന്റെ എക്സാമ്പിൾ കൊടുക്കുക. Consider the situation that a person standing on a bus. Consider the situation that a person standing on a bus which is at rest. When the bus suddenly starts, the lower portion of the body moves in the forward direction. When the bus suddenly starts, the lower portion of the body moves in the forward direction, while the upper part of the body continue to be in the state of rest. While the upper part of the body continues to be in the state of rest. Okay. അതിന്റെ താഴെ inertia of motion കൊടുക്കുക. Inertia of motion. The inability of a body to change its state of motion is called as inertia of motion. The inability of a body to change its state of motion is called as inertia of motion. Give the example. Consider the situation that a person standing on a bus which is in motion. When the bus suddenly stops, the lower part of the body comes to rest. When the bus suddenly stops, the lower part of the body comes to rest, while the upper part of the body
continues to be in the state of motion. Continues to be in the state of motion. While the upper part of the body continues to be in the state of motion. Right below, inertia of direction. The inability of a body to change its direction. The inability of a body to change its direction is called inertia of direction. Inertia of direction, the inability of a body to change its state of direction, to change its direction is called inertia of direction. Write the example. Consider the situation. Consider the situation when a person standing on a bus which is moving along a straight road. Consider the situation when a person standing on a bus. Consider the situation when a person standing on a bus which is moving along a straight road. Which is moving along a straight road. Full stop. When the bus suddenly takes a U-turn. When the bus suddenly takes a U-turn. Comma. The person continues to be in the. When the bus suddenly takes a U-turn, comma. The person continues to be in the state of same direction when the bus suddenly takes a U-turn, comma, the person continues to be in the state of same direction. The person continues to be in the state of same direction. Okay, that's it. Maria, Claudia. Yes, sir. And എല്ലാവരും എഴുതിയല്ലോ അല്ലേ? ആദിത്യ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. യെസ്, ഓക്കെ. മാധവ്, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ ക്ലാസ്? ആ സാർ. വേറെ ജോയിൻ? ആ സാർ പറ്റുന്നുണ്ടോ? ഓക്കെ. വേറെ the new one is Shivakan. Hello. Okay. So yes. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പോവാം. ഓക്കെ. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അതും എന്താണ്? നമുക്ക് പുതിയൊരു ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 9th ഓൾറെഡി കണ്ട തന്നെയാണ്. ഓക്കെ. ഇത് ജസ്റ്റ് ലൈക്ക് കൈൻഡ് ഓഫ് റിഫ്രഷിങ്. ഓക്കെ. എനിക്കൊരു റിഫ്രഷ്മെന്റ് പോലെയാണ്. ഓക്കെ. ഒരുപാട് പേര് മറന്നുണ്ടാവും. ഓക്കെ. ലിസൺ. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ലിസൺ. സെക്കൻഡ് ലോ അനുസരിച്ച് എന്താണ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണ്? ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു ബാഡ്മിന്റൺ എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ബാഡ്മിന്റണിൽ എന്താണ്? നമ്മുടെ കോർക്ക് ഹിറ്റ് ചെയ്യും. ഓക്കെ.
നമ്മൾ നല്ല ഹൈ ഫോഴ്സിലാണ് ഹിറ്റ് ചെയ്യുന്നത് എന്താ സംഭവിക്കാം, ബാറ്റ് വെച്ചിട്ട് നല്ല ലോങ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും, അറിയാലോ. അല്ല നമ്മളൊരു വളരെ ലോ ആയിട്ടുള്ള ഒരു ഫോഴ്സിലാണ്, നമ്മൾ ഭയങ്കര എനർജി കുറവായിട്ട് ഭയങ്കര ഫോഴ്സ് ലെസ് ആയിട്ടാണ് കോർക്ക് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കാം, അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും അത്ര തന്നെ ആയിരിക്കും, അല്ലെ. അപ്പൊ ഭയങ്കര ഹെവി ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അഫ്കോഴ്സ് എന്താണ്, കുറെ ദൂരം പോകും, അല്ലെ. ഹെവി ഫോഴ്സ് നമ്മൾ നല്ല നല്ല ഇതായിട്ട് അടിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് കൂടുതൽ വെലോസിറ്റിയിൽ പോകും. പക്ഷെ വളരെ ലെസ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, എന്താ സംഭവിക്കുക, വെലോസിറ്റി വളരെ കുറവായിരിക്കും, അങ്ങനെ അധികം ഡിസ്റ്റൻസും അത് കവർ ചെയ്തോളണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ പക്ഷേ സെക്കൻഡ് ലോനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഒരു പുതിയ ക്വാണ്ടിറ്റി കയറി വരുന്നുണ്ട്, വിച്ച് ഇസ് നത്തിങ് ബട്ട് വാട്ട്, മൊമെന്റം. ഓക്കെ, അപ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് മൊമെന്റം. സോ മൊമെന്റം ഇസ് നത്തിങ് ബട്ട് P is equal to mv. ഓക്കെ, സോ എങ്ങനെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനും മൊമെന്റും എന്താണ് റിലേഷൻ, ഐ ടെൽ യു. ലിസൺ, ഇപ്പൊ മൊമെന്റം P is equal to m ആണ്. P എന്ന് പറയുന്നത് മൊമെന്റം, m എന്ന് പറയുന്നത് എന്താ, ഒബ്ജക്റ്റിന്റെ മാസ്, v is nothing but the velocity of the object. Okay, P momentum ആണ്, m is the mass and v is the velocity. Okay, so for example നല്ല ഹെവി ഫോഴ്സിൽ കോർക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ദാറ്റ് ഒബ്ജക്ട് വിൽ കവർ മാസ്. എന്താണ് മാസ് കൂടാനൊന്നും പോകില്ല, നമ്മൾ ഹെവി ഫോഴ്സിൽ അടിച്ചു വെച്ചിട്ട് കോർക്കിന്റെ മാസ് കൂടും ഇല്ല, പക്ഷെ വെലോസിറ്റി വിൽ വാട്ട് ഹാപ്പൻസ്, വിൽ ഇൻക്രീസ്, ബട്ട് മാസ് ഇസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, നമുക്ക് അറിയുന്ന കാര്യമാണ്, അല്ലെ. സോ നമ്മൾ വളരെ ലെസ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിലോ മാസ് അഗൈൻ it is not going to affect, കാരണം മാസ് എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. പക്ഷെ വെലോസിറ്റി എന്താണ്, ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് വെലോസിറ്റിയിൽ അത് പോകും, അല്ലെ, ഡിസ്റ്റൻസ് അല്ലാണ്ട് കവർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതേ റിലേഷൻ തന്നെയാണ് എന്ത്, ലൈക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ, എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d by dt of p. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ്, ഇത് നമുക്കറിയാലോ, പുതിയ കുട്ടികൾക്കാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വി വിൽ കോൾ ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. ഓക്കെ, ഇപ്പൊ ഈ ഡി ബൈ ഡി ടി ആണ് എന്ത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇവിടെ എന്താണെന്ന് നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഇപ്പൊ ഇവിടെ പി മൊമെന്റം ആണ് കൊടുത്തിട്ടുള്ളത്, സോ ഐ വിൽ സേ ദാറ്റ് വാട്ട്, rate of change of momentum. So എന്താണ് rate of change of momentum, d by dt എന്ന് പറയുന്നതാണ് rate of change of, and ഈ d ന്റെ അവിടെ നമുക്ക് v ആവാം, ചിലപ്പോൾ rate of change of velocity, rate of change of acceleration, rate of change of displacement, position, അല്ലേ, അവരെ നമ്മൾ നോക്കി. സോ d by dt എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് rate of change of, and ഇവിടെ p ആണ്, സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. സോ വാട്ട് ഇസ് ദിസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ആ ഡി ടി, അതായത് ടൈമിനനുസരിച്ചിട്ട് എങ്ങനെ ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ, വിത്ത് റെസ്പെക്ട് ടു ദ ടൈം ഹൗ ദ മൊമെന്റം ഇസ് ഗോയിങ് ടു ചേഞ്ച്, ആ ടൈമിനനുസരിച്ച് എങ്ങനെയാണ് മൊമെന്റം മാറുന്നത്. ഓക്കെ, ആ മൊമെന്റം മാറുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, മാസ് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്ട്, അല്ലെ. വെലോസിറ്റി കൂടുക കുറയുക, അതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാൻ കാരണം, ഹയർ ഫോഴ്സ് ഞാൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചത്, ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മൊമെന്റും ഫോഴ്സും ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. ഹയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ മൊമെന്റം കൂടും, ആണല്ലോ. കാരണം എന്താ, മൊമെന്റം കൂടാൻ കാരണം വെലോസിറ്റി കൂടും. ലോ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് മൊമെന്റം കുറയും, കാരണം വെലോസിറ്റി കുറയും, ആണല്ലോ. സോ ഒരു ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മറ്റതും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഫാക്ടർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, മറ്റതും ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വാട്ട് വി യൂഷ്വലി ഡു, directly proportional. So that is what I have done here as well. Okay,
അതാണ് എന്ത് എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. ഫോഴ്സ് നമ്മൾ എത്രത്തോളം അധികം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം മൊമെന്റം കൂടും. മൊമെന്റം കൂടും എന്ന് പറയാൻ കാരണം വെലോസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജെക്ട് വിൽ ബിക്കം മോർ. ഫോഴ്സ് കുറവാണ് കൊടുക്കുന്നതെങ്കിൽ മൊമെന്റം ഓഫ് ദാറ്റ് ഒബ്ജെക്ട് വിൽ ഗോ ഡൗൺ. റീസൺ വെലോസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജെക്ട് ഗോസ് ഡൗൺ. ഞാൻ എന്തുകൊണ്ട് മാസ് കൺസിഡർ ചെയ്യുന്നില്ല? കാരണം പി ഈസ് ഈക്വൽ ടു എം ഇൻ ടു വി. മാസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ഇസ്ന്റ് ഇറ്റ്? അത് നമുക്ക് ഫോഴ്സ് കൂടി കൊടുത്തു കുറഞ്ഞു കൊടുത്തു പറഞ്ഞ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റി അല്ല മാസ് എന്ന് പറയുന്നത്. മാസ് ഓൾവേസ് റിമെയിൻസ് ദി കോൺസ്റ്റന്റ്. ക്ലിയർ? സോ ഇപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, സോ എഫ് ഇസ് directly proportional to d by dt of p. Instead of p I am going to substitute mv. ചെയ്യാലോ അല്ലേ? കാരണം എന്താ, മൊമെന്റം p എന്ന് പറയുന്നത് mv ആണ്. സോ d by dt of mv I have replaced. ഓക്കെ, സോ റീപ്ലേസ് ചെയ്തു. അപ്പം ഞാൻ ഓൾറെഡി ഇപ്പം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഓക്കെ, ഇപ്പോൾ ഡി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അത് നമ്മൾ ഡെറിവേറ്റീവ് പറയാറുണ്ട് അല്ലേ? ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് കോൺസ്റ്റന്റിന്റെ നമ്മൾ ഇപ്പൊ ഇന്റഗ്രേഷൻ ആയാലും ഡിഫറൻസിയേഷൻ ആയാലും കോൺസ്റ്റന്റ് എന്താണ് എടുക്കാറില്ല അല്ലെ? അപ്പൊ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരില്ല. ഓക്കെ, സി പുതിയ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഡെറിവേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ പുതിയതായിരിക്കും. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ സ്കൂളിൽ നിങ്ങൾക്ക് മാത്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യൂഷ്വലി മനസ്സിലാവും എന്താണ് ഡെറിവേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളത് സ്റ്റാർട്ടിങ് ഒന്നും പോകുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഡി ബൈ ഡി ടി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം അതെങ്ങനെ ചേഞ്ച് ആവുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, സോ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി. അപ്പൊ ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഡെറിവേറ്റീവ്. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ചെയ്യാറില്ല അല്ലെ? നമ്മൾ ആ കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. ഇന്റഗ്രലിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അല്ലെ? ഇന്റഗ്രേഷൻ ഓഫ് കോൺസ്റ്റന്റ് ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ഇന്റഗ്രലിനെ പുറത്തേക്ക് എടുക്കും. വെരി സെയിം വേ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഡി വി ബൈ ഡി ടി. ഓക്കെ, എമ്മിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. റീസൺ ബിക്കോസ് മാസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് വോണ്ട് ചേഞ്ച് അല്ലെ? പക്ഷെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, അത് മാറും അല്ലെ? അപ്പോൾ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഡി വി ബൈ ഡി ടി. F is directly proportional to m and like ഈ dv by dt എവിടെയും കണ്ടിട്ടുണ്ടോ? and what is dv by dt എന്തായിരിക്കും? and we and can hear me right? mic working അല്ലെന്ന് തോന്നുന്നു. okay, നിരഞ്ജന dv by dt എന്തായിരിക്കും? ഡി വി ബൈ ഡി ടി എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ യൂണിറ്റ്സിലൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞ് നമുക്ക് ഇതായി. വാട്ട് ഇസ് എന്തായിരിക്കും ഡി വി ബൈ ഡി ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആക്സലറേഷൻ അല്ലെ? ഗുഡ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡി വി ബൈ ഡി ടി വിച്ച് ഇസ് നത്തിങ് ബട്ട് ആക്സലറേഷൻ. ഓക്കെ, ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇപ്പൊ നമ്മൾ ഡി പി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞ പോലെ ഡി വി ബൈ ഡി ടി എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിച്ച് ഇസ് നത്തിങ് ബട്ട് ആക്സലറേഷൻ. ഓക്കെ, സോ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എ. ഒരു രണ്ട് ക്വാണ്ടിറ്റീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്ന സമയത്ത് ഇത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പൊതുവെ ചെയ്യാറ്? ഒരു ഈക്വൽ ടു ഇക്വേഷൻ ആക്കാൻ റൈറ്റ് ഹാൻഡ് സൈഡ് ക്വാണ്ടിറ്റി വി വിൽ മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റന്റ്, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ അത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതേ സെയിം തിങ് ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു, അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കണമെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഹാൻഡ് സൈഡ് ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റന്റ് വെച്ച് ലെറ്റ് ദാറ്റ് കോൺസ്റ്റന്റ് നമുക്കൊരു കെ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, കെ ഇൻറ്റു എം എ. ഓക്കെ, ആൻഡ് ഇപ്പൊ ഈ കെ എന്ന് പറയുന്നത് വിച്ച് ഇസ് നത്തിങ് ബട്ട് ദി കോൺസ്റ്റന്റ്. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് ആണ്. കെ, ലെറ്റ് ഇറ്റ് ബി കെ. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ. ഓക്കെ, അതെന്തിനാണ് കെ മൾട്ടിപ്ലൈ ചെയ്തത്? പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു സൈനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ
we need to always multiply the right hand side quantity with a constant. Okay, so f is equal to k into ma, where k is a constant. K in the value 1 ആണെങ്കിൽ, if you are assuming like that, f എന്തായിരിക്കും, which is nothing but ma. That is, force is equal to mass into acceleration. Okay, m എന്താണ്, ഒബ്ജക്റ്റിന്റെ മാസ്, a acceleration of the body, f is the force ആണല്ലോ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം എ, നമ്മളുടെ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, സോ പ്രൊവൈഡഡ് എന്താണ്, കെന്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ, അസംഷൻ, ക്ലിയർലി സെയിങ് ഇറ്റ് ഇസ് എൻ അസംഷൻ. ഓക്കെ, കെന്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു വാട്ട്, എം എ. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എഫ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ വി ആർ ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, സോ മൊമെന്റത്തിന്റെ കാര്യം പറയുമ്പോൾ സി വൺ മോർ തിങ് ഐ നീഡ് ടു ടെൽ. ഇപ്പൊ പി ഈക്വൽ ടു എം വി ആണല്ലോ. ഇപ്പൊ ഇതിന്റെ വെക്ടറും സ്കെയിലറും നമുക്ക് നോക്കാം. അപ്പം മാസ് നമുക്കറിയാം, അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, ഇറ്റ്സ് എ സ്കെലാർ ക്വാണ്ടിറ്റി അല്ലേ. പക്ഷെ വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് വാട്ട്, ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. വെക്ടർ ക്വാണ്ടിറ്റി എന്താണ് റീസൺ, അതിന് ഡയറക്ഷനും ഉണ്ട്, അതേപോലെ എന്താണ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റം ഇസ് അഗെയിൻ എ വെക്ടർ ക്വാണ്ടിറ്റി പി. ഓക്കെ, മൊമെന്റം എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡും നമ്മൾ കൺസിഡർ ചെയ്യണം. വാല്യൂനെയാണ് മാഗ്നിറ്റ്യൂഡ്, അറിയാലോ. അപ്പോൾ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൺസിഡർ ചെയ്യണം, ആൻഡ് എന്താണ് അതിന്റെ ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസിഡർ ചെയ്യുമ്പോഴാണ് എന്ത്, വെക്ടർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ വാല്യൂ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴാണ് സ്കെലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ പി വെക്ടർ ഇസ് ഈക്വൽ ടു എം വി വെക്ടർ. സോ മൊമെന്റം, അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കാമല്ലോ. എം, വാട്ട് ഈസ് ദി എസ് ഐ യൂണിറ്റ് ഓഫ് മാസ് ഏബിൾ? മാസിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? കിലോമീറ്ററോ? കിലോഗ്രാം, isn't it? grams. Okay, mass is nothing but what? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണ് സർ. എന്താ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. കിലോഗ്രാം എന്നാ പറഞ്ഞേ? യെസ് സർ. ഓക്കെ, ഗുഡ്. ഓക്കെ, മാസ് ഇസ് കിലോഗ്രാം. ഓക്കെ, വെലോസിറ്റി, വെലോസിറ്റി നമുക്കറിയാലോ. കെവിൻ എന്തായിരിക്കും SI unit of velocity? കെവിൻ, എനിക്ക് തോന്നുന്നു മൈക്ക് വർക്കിംഗ് അല്ല. ഡൗട്ട് ചോദിച്ചാൽ നമുക്ക് പൊതുവെ മൈക്ക് വർക്ക് ചെയ്യാറില്ലല്ലോ. ഓക്കെ, സി ലിസൺ. Sir. Yeah. Sir, കേൾക്കാമോ? കേൾക്കാം. What is velocity? Meter per second. Meter per second, isn't it? So kg meter per second. Okay, so momentum P is equal to mv, so kg meter per second. Okay, appo kg meter per second ആണ് എന്ത്, മൊമെന്റത്തിന്റെ യൂണിറ്റ്. Okay, so kg meter per second is the unit of momentum. Okay, momentum. See, നിങ്ങൾ ഈ യൂണിറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും സ്റ്റാർട്ടിങ് ഫസ്റ്റ് യൂണിറ്റ് മുതലേ പറയുന്നതാണ്. ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ put the units. Okay, യൂണിറ്റ് ഇല്ലാണ്ട് വെറുതെ വാല്യൂ എഴുതി വെക്കരുത്. ഓക്കെ, ലൈക്ക് വാട്ട് എവർ നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിലും യൂണിറ്റ് എഴുതുക. ഓക്കെ, ഡോണ്ട് ലീവ് ആസ് സച്ച് 10, 100 അങ്ങനെ വെറുതെ യൂണിറ്റ് ലൈക്ക് ഡോണ്ട് പുട്ട് ആസ് സച്ച്. ഓക്കെ, യൂണിറ്റ് എന്താണോ അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ നിങ്ങൾക്ക് ആ ഫോർമുലയിൽ നിന്ന് ഓൺ ദി സ്പോട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ momentum is equal to kg meter per second. Okay, so force, see listen, force എന്തായിരിക്കും? ഇപ്പൊ force is equal to ma, mass again kg, isn't it? What is acceleration, Mirya?
meter per second square. ഓക്കെ, ഇന്ന് വേറെ ആരും ഇല്ല. ഓക്കെ, ഐ തിങ്ക് സൈറയൊക്കെ ലീവ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ നിങ്ങളൊക്കെ തന്നെയുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങളോട് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഫീൽ ബാഡ്. സോ മാസ് കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ ഫോഴ്സ് ഇസ് കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യൂഷ്വലി പ്രോബ്ലംസിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു യൂണിറ്റ് ആണ് അല്ലെ, കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലത്തിലൊന്നും ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് ആണെങ്കിൽ 10 ന്യൂട്ടൺ എന്നാണ് പറയാ, അല്ലെങ്കിൽ 20 ന്യൂട്ടൺ, അല്ലെങ്കിൽ 20 കെ ജി പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാറില്ല അല്ലെ. ഇത് എക്സാക്ട് യൂണിറ്റ് ആണ്. പക്ഷെ സിൻസ് കോൺസെപ്റ്റ് ആരാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്? ഐസക് ന്യൂട്ടൺ അല്ലെ. സോ ലൈക്ക് ഹി ഗേവ് ഹിസ് സർനെയിം, അയാളുടെ സർനെയിം കൊടുത്താണ്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇസ് നത്തിങ് ബട്ട് 1 ന്യൂട്ടൺ. ഓക്കെ, ഒരു ന്യൂട്ടൺ ആണ് എന്ത്? 1 കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ എന്നുള്ളതാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറ്. ഓക്കെ, കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇസ് ദ ആക്ച്വൽ വൺ. പക്ഷെ എന്താണ്, സിൻസ് ഹി ഫൗണ്ട് ദി കോൺസെപ്റ്റ് ഹി ഗേവ് ഇറ്റ് ആസ് ഇൻ ദ 1 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ഈ 1 കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊമെന്റം മാസ് ഇൻടു വെലോസിറ്റി. അപ്പം വെലോസിറ്റി ഒബ്ജക്റ്റിന് കൂടുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താ സംഭവിക്കുക? മൊമെന്റം കൂടും. ഓക്കെ, വെലോസിറ്റി കുറയുകയാണെങ്കിൽ മൊമെന്റം കുറയും. ക്ലിയർ? ഏബിൾ? കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് എഴുതാം. ഓക്കെ, റൈറ്റ് ഡൗൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. Newton's second law of motion. താഴെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. Newton's second law states that the acceleration of an object produced by a net force is directly proportional to the magnitude of the net force is directly proportional to the magnitude of the net force in the same direction that's it. Okay, അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ എന്താ ഫൈനലായി ഡിറൈവ് ചെയ്തത്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്? ആ ഫോഴ്സ് കാരണം പ്രൊഡ്യൂസ് ചെയ്ത ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? ആ ഫോഴ്സിന്റെ വാല്യൂവിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്ത്? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ് അല്ലെ. എഫ് ഇസ് ഈക്വൽ ടു എം എന്റെ മുന്നേ നമ്മൾ ഡയറക്ട്ലി എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എ അല്ലെ. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് പറയുമ്പോൾ എന്താണ്? ആക്സിലറേഷൻ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ആക്സിലറേഷൻ വരുന്നത് അല്ലെ. രണ്ടും ഈ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ഓൺ ഈച്ച് അതർ അല്ലെ. ഫോഴ്സ് കൂടുമ്പോൾ ആക്സിലറേഷൻ കൂടും. ഓക്കെ, സോ അതാണ് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? സ്റ്റേറ്റ്മെന്റ് എഴുതിയാണോ? റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളവർ ചോദിക്കാം. ഓക്കെ, സോ ഐ ജസ്റ്റ് റിപ്പീറ്റ് വൺസ് മോർ. Newton's second law states that the acceleration of an object as produced by a net force is directly proportional to the magnitude of the net force in the same direction. Okay, or where a statement you can write. Okay, it also states that
the net force Sir. ഇതിനാണോ സർ ആ ലൈൻ ഒന്നുകൂടെ പറയാമോ? ഏതാ ഇപ്പൊ പറഞ്ഞതാ? ആ നെറ്റ് ഫോഴ്സിന് മുമ്പുണ്ടായിരുന്നു. ഓക്കെ, അല്ല ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ. ആ ഓക്കെ സാർ, എനിക്ക് ബ്രേക്ക് ആവുമായിരുന്നു. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഓർ ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ്, ചിലപ്പോൾ ഇതായിരിക്കും, ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് the net force applied to an object is directly proportional to the rate of change of momentum. It also states that the net force applied to an object is directly proportional to the rate of change of momentum. ഓക്കെ, അപ്പൊ നിങ്ങളത് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഇത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് കോപ്പി ചെയ്യാം. അതായത് ലൈക്ക് ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ദിസ് വൺ ഇത്രയും ഈ ഡെറൈവ് ചെയ്തിട്ടില്ലേ, എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി, എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എം വി ബൈ ഡി ടി. ഇതിന്റെ നടുവിൽ നിങ്ങൾക്ക് എഴുതാം ലൈക്ക് വി ഹാവ് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് പി ഇസ് ഈക്വൽ ടു എം വി. ഓക്കെ, അപ്പൊ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. വി ഹാവ് പി ഇസ് ഈക്വൽ ടു എം വി, വിച്ച് ഇംപ്ലൈസ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എം വി ബൈ ഡി ടി, എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഡി വി ബൈ ഡി ടി. ദാറ്റ് ഈസ് ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുക്കാം ഇൻ ബിറ്റ്വീൻ, ഓൾസോ ഡി വി ബൈ ഡി ടി, one second, also dv by dt is equal to a. In between ഈ ഒരു സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യാം. Implies f is directly proportional to ma, that is f is equal to k into ma, where k is a constant. Assume k is equal to 1, therefore f is equal to ma. That's all. Okay, doubt ullavaru choikya, steps and board la tannundu. Okay, complete it. മിരിയൊക്കെ ഇപ്പൊ സ്കൂളിൽ ഏത് പോർഷനാ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ? സർ ഞങ്ങൾ ഗ്രാവിറ്റേഷനാണ് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷൻ, അത് ഏതൊക്കെ യൂണിറ്റ്സ് ഇപ്പൊ കംപ്ലീറ്റ്, തെർമൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അല്ലേ? തെർമൽ കംപ്ലീറ്റ്, തെർമോഡൈനാമിക്സ്, തെർമൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, കൈനറ്റിക്, പിന്നെ ഗ്രാവിറ്റേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. കെവിനൊക്കെയോ? കെവിൻ ഏബിളിനൊക്കെ എവിടെ എത്തിയിലേക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഫിനിഷ്ഡ്, കഴിഞ്ഞോ നിരഞ്ജന? നിരഞ്ജനൊക്കെ എവിടെ എത്തി, സ്കൂളിൽ എവിടെ എത്തി പോർഷൻസ്? ഓക്കെ സർ, സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. അവിടെ എത്തിയിട്ടില്ല സർ, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. യെസ് സർ, ക്ലാസ് തുടങ്ങിയിട്ട് 4 days ആയിട്ടുള്ളൂ. ഓ, കെവി ആണ് നിരഞ്ജന, കെവി ആണോ?
അതെ സർ. ഓ അത് ശരി. ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ. Okay, F equal to ma. Okay. Yes. So write. Okay. So right below momentum. Momentum എന്നൊരു ചെറിയ heading കൊടുക്കുക. The product of mass and velocity. The product of mass and velocity is known as momentum. The product of mass and velocity is known as momentum. P is equal to ബോർഡിലുണ്ട് നോക്കുക. P വെക്ടറിന്റെ ബേസിസിലാണ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. P vector is equal to mv vector unit kg meter per second. Okay. Unit kg meter per second. P vector is equal to mv vector unit kg meter per second. Okay. അതിന്റെ താഴെ F is equal to ma. F is equal to ma. Right below, unit of force is kg meter per second square. F is equal to ma. Okay. F is equal to ma. Right below, unit of force is kg meter per second square. That is board under 1 kg meter per second square is equal to 1 Newton. That is 1 kg meter per second square is equal to 1 Newton. One kg meter per second square is equal to 1 Newton. Okay. അപ്പൊ നമ്മൾ ഇപ്പോൾ എന്താണ് വൺ വേർഡിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹൗ ക്യാൻ യു ഡിഫൈൻ 1 ന്യൂട്ടൺ? ഒരു ന്യൂട്ടനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഓക്കെ, എന്നുള്ളൊരു ചോദ്യം. ലൈക്ക് ഹൗ ക്യാൻ യു ഡിഫൈൻ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിപ്പോ ഫോഴ്സ് എന്നല്ല, ഏതൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിന്റെ യൂണിറ്റ് ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. സി ലിസൺ. ഇപ്പൊ 1 kg മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ, സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ് അല്ലെ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ. ഇപ്പൊ ഒബ്ജക്റ്റിന്റെ മാസ് 1 kg ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ആക്സലറേഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ എഫ് എന്തായിരിക്കും? 1 into 1, അതായത് 1 ന്യൂട്ടൺ ആണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഡിഫൈൻ 1 ന്യൂട്ടൺ ഓഫ് ഫോഴ്സ്. ഓക്കെ. അപ്പോൾ ഹൗ ക്യാൻ ഐ ഡിഫൈൻ? അതായത് ഒരു മാസ്, ലൈക്ക് ഐ എം ജസ്റ്റ് ഗിവിംഗ് മാസ് 1 kg, ആക്സലറേഷൻ ലൈക്ക് 1 meter per second square. ഓക്കെ. അതായത് 1 meter per second square ആക്സലറേഷൻ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുത്തു. ആൻഡ് ദാറ്റ് ഒബ്ജക്റ്റ് ഇസ് ഹാവിംഗ് ഇൻ ദ 1 kg ഓഫ് മാസ്. അങ്ങനെയാണെങ്കിൽ the force that is produced is nothing but 1 Newton. So 1 Newton is simply defined as the force experienced on a unit mass. Unit mass എന്ന് പറയുന്നത് unit 1 kg mass. അതിനാണ് unit mass produces an acceleration of 1 meter per second square. ഒരു 1 kg mass ഉള്ള ഒരു യൂണിറ്റിൽ നമ്മൾ എന്താണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1 meter per second square ആക്സലറേഷൻ അത് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ ക്യാൻ ഐ ഡിഫൈൻ മൈ 1 Newton. ഓക്കെ. സോ റൈറ്റ്, നിങ്ങൾ 1 kg meter per second square is equal to 1 Newton എന്ന് എഴുതിയല്ലോ അല്ലെ. ഇനി താഴെ എഴുതുക, ഇഫ് ബോർഡിലുണ്ട് m is equal to 1 kg, see this, and a is equal to 1 meter per second square, then f is equal to 1 into 1, which is 1 Newton. 1 into 1, which is 1 Newton. Okay.
So അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. 1 Newton is defined as the force experienced on a unit mass എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, 1 kg ആണ്. Okay, 1 Newton is defined as the force experienced on a unit mass produces an acceleration of 1 meter per second square. 1 Newton is defined as the force experienced on a unit mass produces an acceleration of 1 meter per second square. അപ്പോൾ ഇതേപോലെ പവർ നമ്മൾ വർക്ക് എനർജി പവർ അടുത്ത യൂണിറ്റ് നമ്മൾ വർക്ക് എനർജി പവർ ആണ്. അപ്പൊ അതിൽ പവറിന്റെ യൂണിറ്റ് വാട്ട്. അപ്പൊ 1 watt ഡിഫൈൻ 1 watt. അപ്പൊ ഇങ്ങനെ എല്ലാ യൂണിറ്റിനും എന്താണ് ഈ 1 ഡിഫൈൻ ആ യൂണിറ്റ് ബേസിസിൽ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് റിപ്പീറ്റഡ് ആയി കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം അതിന്റെ 1 ബേസിസിൽ നിങ്ങൾ അങ്ങനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, that is why they are asking the questions like that. Okay, so 1 Newton is defined as the force experienced on a unit mass produces an acceleration of 1 meter per second square. Clear? Okay, എല്ലാവരുടെയും കഴിഞ്ഞല്ലോ അല്ലേ? അപ്പൊ ഇനി എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ? എല്ലാവർക്കും അറിയുന്ന, ലൈക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയുന്ന ലൈക്ക് എന്താണ് ഒരു ലോ ആണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ഈ ലോ ആരും മറക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ലോ ആണ് അല്ലേ? എന്തായിരിക്കും? എനിവൺ? Anyone can say. Able? Yeah. Yeah. കുഴപ്പമില്ല, ഞാൻ നിറയെ പറയുന്നുണ്ട്. ഓക്കെ, every action has an equal and opposite reaction. അല്ലേ? അതായത് നമുക്ക് അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? for every action there is an equal and opposite reaction ആണല്ലോ അല്ലേ? അപ്പം ഏതൊരു ആക്ഷൻ, നമ്മളിപ്പോ ഏതൊരു ആക്ഷൻ ചെയ്യുകയാണെങ്കിലും എന്താണ് അതിനൊരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് ലൈക്ക് വാട്ട് ന്യൂട്ടൺസ് തേർഡ് ലോ സ്റ്റേറ്റ്സ് അല്ലേ? രണ്ട് ബോഡീസ് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ ഒരു ഫോഴ്സ്, ഒരു ഒബ്ജക്ട്, എവറി ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫോഴ്സ് അവിടെ കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് നമ്മൾ ഒരാള് തല്ലുകയാണെങ്കിൽ നമ്മൾ തല്ലിയാലേ അയാൾ തിരിച്ചു തല്ലും അല്ലേ? വെറുതെ നമ്മൾ നടന്നു പോകുന്ന ആൾക്കാർ തല്ലാറില്ലല്ലോ അല്ലേ? സോ ലൈക്ക് ദാറ്റ്, ലൈക്ക് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളൊരു ഫോഴ്സ് ലൈക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, അതേ നമ്മൾ ഏത് ഫോഴ്സ് ആണോ നമ്മൾ കൊടുത്തത് ആ ഒബ്ജക്റ്റിന്, അതിനെന്താണ് അതേ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിൽ ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം, ഒരു റിയാക്ഷൻ. അതും എന്താണ് ഫോഴ്സ് തന്നെയാണ്, പ്രൊവൈഡഡ് അത് ഡയറക്ഷൻ മാറും, അത്രയേ ഉള്ളൂ. ഓക്കെ, ബട്ട് ദ വാല്യൂ വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ദ വെരി സെയിം. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ആക്ഷനിലുള്ള ഫോഴ്സും റിയാക്ഷനിലുള്ള ഫോഴ്സും രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ എന്താണ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ആൻഡ് ഫോഴ്സിന്റെ കണ്ടീഷനിൽ ഡയറക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യണം. വൈ? ബിക്കോസ് ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോ ഏതൊരു ഫോഴ്സ് നമ്മൾ കൊടുത്താലും ആ ആക്ഷൻ, എവറി ആക്ഷൻ എന്ന് പറയുന്നത് എന്താ? ലൈക്ക് ഒരു ഫോഴ്സ് ആൻഡ് equal and opposite reaction, that is also a force. Okay, so this is what Newton's third law of motion. Okay, so Newton's third law na vechittu namukku further conservation of momentum and the concepts of explain cheyanundu. Okay, so anyway you write down the statement, heading kodukka Newton's third law of motion. Right below, Newton's third law states that for every action there is an equal and opposite reaction. For every action there is an equal and opposite
reaction. For every action, there is an equal and opposite reaction. See, for example, ഞാൻ വളരെ ബേസിക് ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. See, listen. Newton's third law states that for every action, there is an equal and opposite reaction. For example, ഒരു ടേബിൾ, okay? ഈ ടേബിളിൽ ഒരു എന്താണ് ഒരു ബോക്സ് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, there is a box which is like on restlana. Okay. Restlana body. It's like having a mass or okay, let it be anything. ഒരു മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇതിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം ലൈക്ക് എന്തൊക്കെ ലൈക്ക് ഫോഴ്സ് ആയിരിക്കും ഇതിൽ ആക്ട് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിന്റെ മേലെ ഒരു എന്താണ് ഒരു ഒബ്ജക്റ്റ് ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്, ആരും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, വിച്ച് ഇസ് അറ്റ് റെസ്റ്റ്. ഒബ്ജക്റ്റ് എന്താണ് റെസ്റ്റിലാണ്. ഓക്കെ, എന്തൊക്കെ ഫോഴ്സസ് ആയിരിക്കും ഇതിൽ ആക്ട് ചെയ്യുന്നത്? ആദിത്യ, ആദിത്യ കേൾക്കുന്നുണ്ടോ? എന്തൊക്കെ ഫോഴ്സസ് ആയിരിക്കും? ആദ്യത്തിന് ഫസ്റ്റ് ഇതിൽ ഉണ്ടായിരുന്നോ? അത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നോ? ലേറ്റ് ആയിട്ടാണ്. ലേറ്റ് ആയിട്ടാണ്. കണ്ടില്ല പാർട്ടിസിപ്പൻസിൽ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, എന്തൊക്കെ ഫോഴ്സ് ആയിരിക്കും? ഇപ്പൊ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഓക്കെ, ഒരു m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, അത് എന്താണ് ആ ടേബിളിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. അപ്പോ അതിലേക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫോഴ്സ് ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുന്നത്? ഒന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം, ബിക്കോസ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ത് ഫോഴ്സ് ആയിരിക്കും? ഇപ്പൊ നമ്മൾ എല്ലാ ഒബ്ജക്ട്സും ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് ഫോഴ്സ് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, isn't it? ഓക്കെ, അപ്പോൾ അത് ലൈക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അത് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ബൈ ഡിഫോൾട്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് എന്ത്? വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഈ വെയിറ്റിനെ, ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അറിയാത്തവര് മനസ്സിലാക്കി വെക്കുക, വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഒബ്ജക്റ്റിന്റെ വെയിറ്റ്, ഇപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പെട്ടെന്ന് ഒരു ഡൗൺവേർഡ് ഡയറക്ഷൻ, അതിന്റെ സെന്ററിൽ നമ്മൾ താഴേക്ക് ഒരു ആരോ മാർക്ക് ഇടും. ഓക്കെ, നിങ്ങൾ ഡയഗ്രാംസിൽ കണ്ടു കാണും. എന്താ അത്? ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ആണത്. ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, സോ ഈ വെയിറ്റ്, സീ ലിസൺ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇത് ഏത് യൂണിറ്റിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? മിരിയ? As a meter per second square. As ന്യൂട്ടൺ ആണ് സർ, നോട്ട് ഷുവർ. ന്യൂട്ടൺ ആണോ അതോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ? ഇതല്ലേ ആക്സലറേഷൻ അല്ലേ? അത് സർ ലൈക്ക് ഇക്വേഷൻസിൽ അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, വെയിറ്റിന്റെ വേറൊരു പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ചിലവർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മളിപ്പോ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റിനെ നമ്മൾ ഏത് യൂണിറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യാം? ഇങ്ങനെയാകുമ്പോ വെയിറ്റ് എന്ന് പറയുമ്പോ kg ആണോ? അല്ല, സി ഓക്കെ, നോ പ്രോബ്ലം. ഇത് സി പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. സോ ലൈക്ക് എവ്രി വൺ ആർ തിങ്കിങ് മാസ് ആൻഡ് വെയിറ്റ് ആർ ദി സെയിം. നിങ്ങൾ ലൈക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ദാറ്റ് മാസ് ആൻഡ് വെയിറ്റ് ഇസ് നോട്ട് ദി സെയിം. ഓക്കെ, മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇതാണ് എന്ത്? ഇപ്പോൾ മിരിയ പറഞ്ഞ kg എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു മാസ് ഓഫ്, ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസിലെ പ്രോബ്ലംസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് മാസ് ഓഫ് ആൻ ഒബ്ജക്ട് ഇസ് 10 kg എന്നുണ്ടാവും. ഏതെങ്കിലും ഒരു ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആ മാസ് ആണ് എന്ത്? ഒബ്ജക്റ്റിന്റെ മാസ് 10 kg എന്ന് പറയുമ്പോൾ
kg is 1 unit we represent for mass. മാസും വെയിറ്റും എന്ന് പറയുന്നത് സെയിം അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒബ്ജക്റ്റ് എടുത്തു. ഓക്കെ, ഈ ഒബ്ജക്റ്റിന്റെ ഞാൻ ഇപ്പൊ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. How can you define or how can you differentiate between the mass of the object and weight of the object differentiate ചെയ്യാൻ പറയാം. So how will you define it? എങ്ങനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യും? മാസ് ഓഫ് ദ ശ്രദ്ധിച്ചിരിക്കുക, മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒബ്ജക്റ്റില് ഇപ്പൊ n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും അല്ലെ. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, നിറയെ പാർട്ടിക്കിൾസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഫൈനൽ ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത് ആണല്ലോ. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതാണ്, വളരെ ബേസിക്സ് ആണ് അല്ലെ. കുറെ ആറ്റംസ് ഉണ്ടാവും, thousands and thousands of atom particles, okay, നാനോ സൈസ്ഡ്. ഇതാണ് എന്ത് ഫൈനലി ഈ ഒബ്ജക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഈ ആറ്റംസ് എന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾസ്, ഇതിന്റെ ആ ക്വാണ്ടിറ്റി, ഹൗ മെനി ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് ഇപ്പൊ അങ്ങനെ ഫോം ചെയ്യാൻ എത്ര എപ്പോഴും തൗസൻഡ്സ്, ബില്യൺസ് ആൻഡ് ട്രില്യൺസ് എത്ര ആറ്റംസ് ആണെങ്കിലും അത്രയും പാർട്ടിക്കിൾസ് അതിലുണ്ട്. ആ പാർട്ടിക്കിൾസ് ആണ് എന്ത് മാസ് ആയിട്ട് നമുക്ക് പറയുന്നത്. ആ ആറ്റംസ്, അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അത്രയും നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ മാസ്. 10 kg എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ബൈ ഹും, ലൈക്ക് ആ ആറ്റംസ്, ആ പാർട്ടിക്കിൾസ് ആണ് എന്ത് ആ മാസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് വെയിറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. വെയിറ്റും മാസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ W ഇസ് ഈക്വൽ ടു mg എന്നാണ്. അതായത് വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് മാസ് വേണം, വേണ്ടെന്നല്ല, യു നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ ഗ്രാവിറ്റി. അതാ ഞാൻ പറഞ്ഞത്, ഗ്രാവിറ്റിയും ആൻഡ് മാസ് ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രോഡക്റ്റ് ആണ് എന്ത് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ആറ്റംസ്, എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആ ഒബ്ജക്റ്റിലുണ്ട്, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത് മാസ് എന്ന് പറയുന്നത്. മാസ് എന്ന് പറയുന്നതാണ് kg. വെയിറ്റ് ഇസ് നോട്ട് kg, വെയിറ്റ് ഇസ് ന്യൂട്ടൺ. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. വെയിറ്റ് ഓഫ് an object is 10 Newton. Weight of an object is 20 Newton. Weight of an object is 3 kg. No one will say like that. Okay, so weight എന്ന് പറയുന്നത് we represent in what? Newton. Okay, കാരണം ഒബ്വിയസ്ലി വെയിറ്റിന്റെ വേറൊരു നെയിം എന്താ ഞാൻ പറഞ്ഞു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. isn't it? സോ വെയിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മാസ് മൾട്ടിപ്ലൈഡ് ബൈ അത് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ലൈക്ക് ഒരു ഗ്രാവിറ്റി ഉണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s². ആ വാല്യൂയോട് മാസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ യു വിൽ ഗെറ്റ് ദ വെയിറ്റ്. സോ ദാറ്റ് ഇസ് വൈ മാസ് ആൻഡ് വെയിറ്റ് ഇസ് നോട്ട് ദി സെയിം. ഓക്കെ, കാരണം എത്ര പേർക്ക് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇറ്റ്സ് എ വെരി വെരി ബേസിക്സ്. ഓക്കെ, because everyone are thinking like mass and weight is the same, mass is kg, weight is kg. No, it's not like that. Okay, appo weight aanu in the gravitational force. Okay, appo ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എന്താണ്? വെയിറ്റ് ആണ്. W is equal to mg. ഓക്കെ, വേറെ എന്തെങ്കിലും ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇനി വൺ താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വെയിറ്റ്. ഓക്കെ, മിരിയ ക്ലിയർ ആയത്? ഫ്രിക്ഷൻ. Yes. കെവിൻ എന്താ പറഞ്ഞ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. നോട്ട് ഗിവിംഗ് എനി കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, അങ്ങനെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. സോ ഞാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഞാൻ കൊടുക്കുന്നില്ല. ലൈക്ക് W. ട്രൈ. നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യില്ലേ, അതാണ്. എക്സലന്റ്. That is the normal reaction. Okay, normal reaction എന്ന് പറയുന്നത് സിലിസൺ. ഇപ്പോ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതിനെ നമ്മൾ N എന്ന് പറയും, അല്ലെങ്കിൽ R എന്ന് പറയും. ഓക്കെ, ഓരോ ടെക്സ്റ്റ് ബുക്സിൽ ഓരോ പോലെ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ക്യാപിറ്റൽ Nൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, വിച്ച് ഇസ് റൈറ്റ്. ക്യാപിറ്റൽ Rൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, വിച്ച് ഇസ് ഓൾസോ റൈറ്റ്. ഓക്കെ, സോ ഒന്നും കുഴപ്പമില്ല.
ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് സിംപ്ലർ ടേംസിൽ ഈ നോർമൽ റിയാക്ഷനെ പറയുന്ന പേരാണ് കോണ്ടാക്ട് ഫോഴ്സ്. ദിസ് ഇസ് കോൾഡ് ആസ് കോണ്ടാക്ട് ഫോഴ്സ്. സോ വാട്ട് ഇസ് കോണ്ടാക്ട് ഫോഴ്സ്? എന്തായിരിക്കും? അതായത് ഒബ്ജക്റ്റ് ഇപ്പൊ ടേബിളിന്റെ മേലെയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, താഴേക്ക് വെയിറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അറിയാലോ. ടേബിള് ഒബ്ജക്റ്റിന്റെ മേലെ, അതായത് ദ സർഫസ് ഓഫ് ദ ടേബിൾ, ലിസൺ, ദ സർഫസ്, ആ സർഫസ് എന്താണ്? ഹോറിസോണ്ടൽ ആണ്, അല്ലെ? ആ ഹോറിസോണ്ടൽ സർഫസ് ഒബ്ജക്റ്റിന്റെ മേലെ എന്താണ്? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ടേബിൾ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദ, കാരണം ഒബ്ജക്റ്റിന്റെ സർഫസും ടേബിളിന്റെ സർഫസും ഇൻ കോണ്ടാക്ട് ആണ്, അല്ലെ? ടച്ചിലാണ് ഇരിക്കുന്നത്, കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോ the table is exerting a force on the surface of the object. ഒബ്ജക്റ്റിന്റെ സർഫസിൽ ടേബിൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് കോണ്ടാക്ട് ഫോഴ്സ്. എന്തുകൊണ്ട് കോണ്ടാക്ട്? കാരണം ഒബ്ജക്റ്റിന്റെ സർഫസും ടേബിളിന്റെ സർഫസും കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ടേബിള് ഒബ്ജക്റ്റിന്റെ സർഫസിന്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. ദാറ്റ് ഇസ് ദ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, ഇതിലിപ്പോ എങ്ങനെയാണ് ന്യൂട്ടന്റെ തേർഡ് ലോ അപ്ലൈ ചെയ്തത്? സി ലിസൺ, താഴേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക, ആ ബെഞ്ചിൽ നിന്ന് അത് താഴെ വീഴുന്നുണ്ടാവില്ലേ? ആ ബെഞ്ചിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് ഫോഴ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അപ്പോ ടേബിള് ഒബ്ജക്റ്റിന്റെ സർഫസിന്റെ മേലെ കൊടുക്കുന്ന ഫോഴ്സും എന്ത് തന്നെ ആയിരിക്കണം? 10 ന്യൂട്ടൺ ആയിരിക്കണം. ആൻഡ് ഇതിന്റെ ഡയറക്ഷൻ നോക്കിക്കേ, രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഓപ്പോസിറ്റും ആണ്, ഈക്വൽ ആണ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യോ? ഇല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒബ്ജക്റ്റ് താഴേക്ക് വീഴും, അല്ലേ? ഒബ്വിയസ്ലി നമ്മൾ ഫോഴ്സ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സൈഡിലേക്കല്ല ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരാം. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായിരുന്നെങ്കിൽ ഒബ്ജക്റ്റ് താഴെ വീഴും. ബട്ട് ഹിയർ ദ സിറ്റുവേഷൻ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് ബെഞ്ചിന്റെ മേലെ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ആരുണ്ട്? കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. ആൻഡ് വാട്ട് ഇസ് ദ കോണ്ടാക്ട് ഫോഴ്സ്? The force which is exerted on the surface of the object by the table ഒബ്ജക്റ്റിന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, സർഫസിന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടാക്ട് ഫോഴ്സ്. ക്ലിയർ? സോ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളല്ല. ബട്ട് എന്താണ്, ആസ് യൂഷ്വൽ ബൈഹാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ലൈക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ലൈക്ക് ഇഫ് യു ആർ എ ചൈൽഡ്, നിങ്ങൾ ചെറുപ്പം മുതൽ ഈ പഠിക്കുന്ന സമയത്ത് ബൈഹാർട്ട് ചെയ്ത്, ഞാൻ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിന് പ്രശ്നമാണത്. ഓക്കെ, ചോദിക്കുന്നതൊക്കെ നിങ്ങൾ ആ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ചു വെച്ച് അങ്ങനെ ഇത് അതേ സെന്റൻസ് അങ്ങനെ പോയി യു വിൽ വൊമിറ്റ് ഇറ്റ്. ഓക്കെ, അത് മനസ്സിലാക്കി പഠിച്ചാൽ യു വോണ്ട് ബി ഹാവിങ് ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ ഹയർ സെക്കൻഡറി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്. കാരണം നമ്മളിപ്പോൾ ഇത്രയും 3-4 ചാപ്റ്റർ കഴിഞ്ഞു, ഇതിൽ ഡിസ്കസ് ചെയ്ത ന്യൂമറിക്കൽസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് 10th വരെ ഉണ്ടായിരുന്ന പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇതാണോ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ന്യൂമറിക്കൽസ്? അല്ല, ഒക്കെ സിറ്റുവേഷൻ പ്രോബ്ലംസ് ആണ്, അല്ലെ? എല്ലാത്തിനും ഞാൻ ഡയഗ്രാം വരയ്ക്കാറുണ്ട് ക്ലാസ്സിൽ. എന്തിനാണത്? കാരണം ഓരോന്നും എന്താണ്? സിറ്റുവേഷൻ പ്രോബ്ലംസ് ആണ്. ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം ആ സിറ്റുവേഷൻ എന്താണെന്ന്. അങ്ങനെയാണ് ഓരോ പ്രോബ്ലംസും വി ക്യാൻ, അല്ല ഒരു ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് ചെയ്തു ഇറ്റ് ഡസന്റ് വർക്ക് ഹിയർ. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആൻഡ് ലേൺ, അത്രേ പറയാനുള്ളൂ. ഓക്കെ, സോ ഇതാണ് എന്ത് ന്യൂട്ടന്റെ. ഇതിപ്പോ ഇതേപോലെ ഇത് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് തന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ടേബിളിന്റെ മേലെ റെസ്റ്റിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഓരോ ഇതിനും എന്താണ്? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. Okay, so this is what Newton's third law of motion. Our example you can write below. Write it as an example. Consider an object. Consider an object which is resting on the table. Which is resting on the table. Consider an object which is resting on the table.
The gravitational force, full stop, right along with that. The gravitational force, bracket weight of the object എന്ന് പറഞ്ഞ് bracket close ചെയ്യാം. The gravitational force in bracket you write weight of the object, close the bracket, acting on the object downwards, acting on the object downwards is balanced by the contact force acting on the object downwards is balanced by the contact force in the bracket reaction force or normal force nu kodukka. Okay, ninge r ennu kaanam chela context n ennu kaanam, everything is the very same. Okay, reaction force, normal force, contact force, like these are the different names. Okay, so contact force in bracket, normal force or reaction force, and close the bracket, which is acting in the upward direction, which is acting in the upward direction. Okay, appo equal and opposite alle random same force aanu, opposite directions aanu alle. So for every action there is an equal and opposite reaction. Okay, so this is how it's like a very simple endana example. Okay, അപ്പം ഇതെന്താ ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, കുറച്ച് ബേസിക്സ്. ഓക്കെ, മാസ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെ, അപ്പോൾ എല്ലാം മൈൻഡിൽ വെക്കുക, വിച്ച് വിൽ ഹെൽപ്പ് യു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ട്സ് ഒക്കെ നോക്കുക. ആൻഡ് പറഞ്ഞ പോലെ മാഡം നിങ്ങളെ ഇൻറ്റിമേറ്റ് ചെയ്യും. ഓക്കെ, മൺഡേ നിങ്ങൾക്കൊരു സെഷൻ ഉണ്ടാവും, സെയിം ടൈമിങ്. ഓക്കെ, 7 PM. ഓക്കെ, IST, സെയിം ടൈമിങ്. ഓക്കെ, മാഡം ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ യൂണിറ്റ് അപ്പോൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ജോയൽ ലൈക്ക് ഏബിൾ ടു ഫോളോ ദ സെഷൻ? Yes, sir. മാധവ്? Yes, sir. വേറെ ആളും കൂടി ലൈക്ക് ശിവകാന്ത്? Yes, sir. ഓക്കെ, അപ്പോൾ ക്ലാസ് മിസ്സാക്കാണ്ടിരിക്കുക, അറ്റൻഡ് റെഗുലർലി. ഓക്കെ, ബിക്കോസ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ യു വോണ്ട് ഗെറ്റ് ദ കണ്ടിന്യൂവേഷൻ. ദാറ്റ്സ് വൈ ഐ എം സേയിങ് നോട്ട് ടു മിസ് ദി ക്ലാസ്സസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you. Thank you, sir. താങ്ക് യു. Thank you.